വിക്രാൻ എഞ്ചിനീയറിംഗ് ഇന്ത്യയെ പടുത്തുയർത്തുന്ന ഒരു കമ്പനിയുടെ കഥയാണത്. ഒരു രാജ്യത്തിന്റെ അടിത്തറ, അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ. ആരാണിതൊക്കെ പണിയുന്നത്? അതിനൊരുത്തരമാണ് വിക്രാൻ എഞ്ചിനീയറിംഗ്, ഇന്ത്യയുടെ ഈ വലിയ മാറ്റത്തിന് പിന്നിലെ ഒരു പ്രധാന ശക്തി. അപ്പോൾ ഇതൊരു EPC കമ്പനിയാണ്. അതായത് എഞ്ചിനീയറിംഗ് മുതൽ കൺസ്ട്രക്ഷൻ വരെ എല്ലാം ഒരിടത്ത്. പവർ, വാട്ടർ, പിന്നെ റെയില്. ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിന്റെ ജീവനാഡികളായ 3 മേഖലകളിലാണ് ഇവർ ശ്രദ്ധിക്കുന്നത്. അതെ, ഈ 3 തൂണുകളിലാണ് വിക്രാന്ത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഊർജ്ജം നൽകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കാദ്യം ഊർജ്ജ മേഖല നോക്കാം. എങ്ങനെയാണ് ഇവർ രാജ്യത്തിന് വെളിച്ചമെത്തിക്കുന്നത്? ഹൈ വോൾട്ടേജ് ലൈനുകൾ, സബ്സ്റ്റേഷനുകൾ, 765 kV വരെ. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് വെള്ളം. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ശുദ്ധജലം എത്തിക്കുക എന്ന വലിയൊരു ദൗത്യം. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ മുതൽ ഗ്രാമങ്ങളിലെ വീടുകളിലേക്കുള്ള പൈപ്പ് ലൈനുകൾ വരെ ഇവർ ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ ഹർ ഘർ ജൽ എന്ന വലിയ പദ്ധതിയിലെ അതിലൊരു പ്രധാന പങ്കിവർക്കാണ്. ഇനി റെയിൽവേ. നമ്മുടെയെല്ലാം അഭിമാനമായ ഇന്ത്യൻ റെയിൽവേയെ ആധുനികവൽക്കരിക്കുന്നതിലും ഇവർ മുന്നിലുണ്ട്. പ്രധാനമായും റെയിൽവേ ഇലക്ട്രിഫിക്കേഷനിലാണ് ശ്രദ്ധ. ഇത് യാത്രയ്ക്ക് വേഗതയും കൂട്ടും, പരിസ്ഥിതിക്കും നല്ലതാണ്. ശരി, ഇത്രയൊക്കെ ചെയ്യുമ്പോൾ കമ്പനിയുടെ വളർച്ച എങ്ങനെയുണ്ട്? നമുക്ക് കണക്കുകളിലേക്കൊന്ന് നോക്കാം. ഇതൊന്ന് നോക്കൂ. വെറും 1 വർഷം കൊണ്ട് ലാഭം ഇരട്ടിയിലധികമായി. 6 കോടിയിൽ നിന്ന് 15 കോടിയിലേക്ക്. അവരുടെ ഇപ്പോഴത്തെ ഓർഡർ ബുക്ക് എത്രയാണെന്നറിയോ? 4000 കോടി രൂപയിലധികം. അപ്പോൾ എന്താണ് ഈ ഓർഡർ ബുക്ക്? സിമ്പിളായി പറഞ്ഞാൽ വരും വർഷങ്ങളിൽ ചെയ്യാനായി കിട്ടിയ ഉറപ്പുള്ള ജോലികൾ. കമ്പനിയുടെ CMD പറയുന്നത് ഇത് അടുത്ത 2 വർഷത്തേക്ക് നല്ലൊരു വരുമാനം ഉറപ്പാക്കുന്നു എന്നാണ്. പക്ഷേ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത് സോളാർ എനർജിയിലാണ്. അങ്ങോട്ടാണ് അവരുടെ വലിയൊരു കുതിപ്പ്. പുതുതായി കിട്ടിയ ഓർഡറുകളിൽ പകുതിയും സോളാറിൽ നിന്നാണ്. ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു മാറ്റമാണ്. കാർബൺ മൈനസ്, എലിയം എനർജി പോലുള്ള കമ്പനികളിൽ നിന്ന് ആയിരക്കണക്കിന് കോടിയുടെ ഓർഡറുകളാണ് കിട്ടിയത്. അപ്പോൾ ഇനി എന്താണ് വിക്രാന്തിന്റെ പ്ലാൻ? എങ്ങോട്ടാണ് ഈ യാത്ര? ഇന്ത്യയ്ക്ക് പുറത്തേക്ക്, അതായത് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് പോലുള്ള സ്ഥലങ്ങളിലേക്ക്, ഒപ്പം ഡേറ്റാ സെന്ററുകൾ പോലുള്ള പുതിയ മേഖലകളിലേക്കും. ലോകം മുഴുവൻ സ്മാർട്ടും ഗ്രീനുമായൊരു ഭാവിക്കായി ഓടുമ്പോൾ നമ്മുടെ നാളെയുടെ അടിത്തറ പാകുന്നത് ആരായിരിക്കും? അതൊരു വലിയ ചോദ്യമാണ്.